ആൾക്കാർക്ക് തന്നെ ഈ ഇത് ചെയ്തത് അബദ്ധമായി എന്നുള്ള തോന്നലുണ്ട്. പക്ഷെ അവർക്ക് തുറന്നു പറയാൻ മടിയാണെന്നാണ് കൂടാണ്. ഞങ്ങളെപ്പോലുള്ളൊരു തൊഴിൽ ഉള്ളത് കഴിച്ചിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിച്ചേർന്നിട്ട് ബ്ലോക്കൊക്കെ ഒഴിവാക്കിയിട്ടാണ് വണ്ടി അങ്ങോട്ടൊക്കെ ചാടിച്ചിട്ട് ഓടുന്നത്. ഈ വൺ വേനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ മൂക്കുതല ഭാഗത്തേക്ക് വണ്ടി പോകുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കറങ്ങിയിട്ട് പോകണം. ഇപ്പോൾ സാധാരണ വാടകനെക്കാട്ടി 10 രൂപ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ചില യാത്രക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്, ചിലർ അത് അറിഞ്ഞിട്ട് തരുന്നുണ്ട്. പക്ഷേ ഈ ഇപ്പോൾ വൺ വേ വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാർക്കും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് ഹൈവേന്ന് സെൻട്രലിലേക്ക് ഒരു വണ്ടി പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം എടുക്കാനൊക്കെ ഈ നമ്മുടെ ഈ ഫേമസിൽ നിന്നും മറ്റുള്ള കടകളിൽ നിന്നൊക്കെ സാധനം എടുക്കാൻ വേണ്ടി ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കറങ്ങിയിട്ട് വേണം തിരിച്ചു വരണമെങ്കിൽ. ഇപ്പോൾ തിരിച്ച് കറങ്ങി വന്നാൽ പോലും അവിടെ റോഡ് പണി നടക്കണ കാരണം അത് ബുദ്ധിമുട്ടാണ്. ഈ വൺ വേ വന്നതിന് ശേഷം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾക്ക് വളരെ പ്രയാസമാണ്, നാട്ടുകാർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ ഈ പരിപാടി തുടങ്ങി വെച്ചതിൻ്റെ ശേഷം ഇപ്പോൾ അത് തുടങ്ങി വെച്ച ആൾക്കാർക്ക് തന്നെ ഈ ഇത് ചെയ്തത് അബദ്ധമായി എന്നുള്ള തോന്നലുണ്ട്. പക്ഷെ അവർക്ക് തുറന്നു പറയാൻ മടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. റോഡ് പണി മന്ദഗതിയിലാണ് പോണത്. കാരണം വെച്ചാൽ ഇത് എത്ര പെട്ടെന്ന് കഴിയേണ്ടതാണ്. ഒന്നാമത് ഈ നമ്മളേറ്റവും തിരക്കൂടിയ ഒരു വഴിയാണത്, അത് പെട്ടെന്ന് തീർക്കേണ്ടതാണ്. പക്ഷെ ഇത് ഇത്രയും വൈകിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടൗൺ നവീകരണമായിട്ട് ബുദ്ധിമുട്ടെന്ന് പറയാനുള്ളതൊന്നുമില്ല. ബുദ്ധിമുട്ടുണ്ട്, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. വികസനങ്ങൾ വരുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ റോഡ് പണി, ഇപ്പോൾ ഈ ടൗണിലെ പണികളൊക്കെ പെട്ടെന്ന് തീരാത്ത കാരണം വാഹനങ്ങൾ പോകുന്നതുകൊണ്ട് നമുക്ക് വൺ വേ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഈ പണിക്ക്, റോഡ് പണിക്ക് എന്ന് പറഞ്ഞാൽ ആകെ 4 ആളെ വെച്ചിട്ടാണ് ഇപ്പോൾ അവർ പണി ചെയ്യുന്നത്. ആ പാലത്തിൻ്റെ പണി അവിടെ നടക്കുന്ന കാരണം സെൻട്രലിൽ ആകെ ബ്ലോക്കാണ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ. ഇവിടേക്കും ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇപ്പോൾ വണ്ടികൾ വരാത്ത കാരണം ഈ ഏരിയയിലേക്കൊന്നും ആളുകൾ വണ്ടിയായിട്ട് വരുന്നില്ല. സാധനങ്ങൾ മേടിക്കുക ഈ ഏരിയയിലുള്ള കടകളിലൊന്നും കച്ചവടങ്ങൾ നടക്കുന്നില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ടൗൺ നവീകരണം നല്ലതാണ്, വികസനങ്ങൾ വരണം. പക്ഷേ ആളിനെ വെച്ചിട്ട് ആനുപാതികമായിട്ട് പണികൾ പെട്ടെന്ന് തീർക്കാനുള്ള സംവിധാനം അവർ ഒരുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ പണി മന്ദതയില്ലല്ലേ, പിന്നെ 6 മാസത്തിന് മേലെയല്ലേ അവിടെ തുടങ്ങിയിട്ട്. ആ ഭാഗം പൊളിച്ചിട്ട് കൊടുത്ത് ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. ഒരു വട്ടം വന്തും അടുത്ത ട്രിപ്പ് വാന്തും ഇതന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണി ചെയ്യുന്നത് തുടങ്ങി വെച്ച പണികൾ മുഴുമിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കണം. അല്ലാണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ ആകെ 4 പണിക്കാരെ ഈ പണിക്കാർക്കുള്ളത്. അവരെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ആളിനെ എണ്ണം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ടൗണിലേക്ക് പണികൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആളിനെ കൂടുതൽ ഇടേണ്ടി വരും. അങ്ങനെ തന്നെ തീർക്കാൻ പറ്റുള്ളൂ. റോഡ് തല നേരെയായി വരണുള്ളൂ, ചിലയിടത്ത് കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡ് പാർക്കിങ് തിങ്ങിക്കണ കാരണം അവിടെ വണ്ടി വിടാനും വയ്യ. അതാകെ പ്രശ്നങ്ങൾ തന്നെ ഭാഗം. പിന്നെ ഇവിടെ പണികളൊന്നും സ്പീഡാണ് പണി. ചില ഭാഗങ്ങളവിടെ എടുക്കുകയാണ്. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എടുക്കുകയാണ്. വണ്ടി ബസ് ഫീൽഡിൽ വണ്ടി ഓടിച്ചെത്തിക്കാനൊക്കെ വലിയ പാടാണ്. വണ്ടി പാർക്കിങ് റോഡ് കംപ്ലൈൻ്റ് കിടക്കുന്ന കാരണം വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് സംഭവം. ആ ഉണ്ട്, ഗതാഗതമൊക്കെ കൂടുകയാണ്. ഞങ്ങളെപ്പോലുള്ളൊരു തൊഴിൽ ഉള്ളത് കഴിച്ചിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിച്ചേർന്നിട്ട് ബ്ലോക്കൊക്കെ ഒഴിവാക്കിയിട്ടാണ് വണ്ടി അങ്ങോട്ടൊക്കെ ചാടിച്ചിട്ട് ഓടുന്നത്. നല്ല പ്രശ്നം തന്നെയാണ്. തീരുമെന്ന് വിചാരിക്കുക.